ഇതുള്ളത്. ഉസ്താദ് നമ്മളിവിടെ മോശമാക്കുമ്പോൾ അള്ളാഹു തആല ഉസ്താദിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, ഇപ്പം അടുത്ത് മലേഷ്യൻ ഗവൺമെൻറ് സ്വന്തം ഫ്ലൈറ്റ് ചാറ്റ് ചെയ്ത് വിട്ട് ഉസ്താദ് സുഖമില്ലാ കിടന്ന ആ അസുഖന്മാരെ ഉടനെ നേരെ കൊണ്ടുപോയത് അങ്ങോട്ടാ. ചാറ്റ് ചെയ്ത് ഫ്ലൈറ്റ് വിട്ട് അവിടെ കൊണ്ടുപോയി, എന്നിട്ടാണ് ഉസ്താദിനെ തിരിച്ചു വിട്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഓരോ രാജാക്കന്മാരും ഓരോ ഭരണാധികാരികളും ഉസ്താദിന് കൊടുക്കുന്ന സ്നേഹം, ആ സ്ഥാനം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്താദിന് ഇതിൻ്റെ പേരിലൊന്നും ക്രെഡിറ്റ് വേണം മക്കളെ. ഉസ്താദ് അങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്ന ആളുമില്ല, ആ ക്രെഡിറ്റ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളുമില്ല. മനസ്സിലായില്ലേ? ഉസ്താദിൻ്റെ വിഷയം മുന്നോട്ടുള്ള കാരണം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്. ആ ഉസ്താദ് ആ ഒരു ലക്ഷ്യം വെച്ചല്ലാതെ ഒരു പ്രവർത്തനത്തിനും ഉസ്താദ് ഇറങ്ങാറില്ല. കാരണം ഉസ്താദിൻ്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തി. ഞാനൊക്കെ ആദ്യം ഉസ്താദിൻ്റെ ഒരു എതിരായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഉസ്താദിനെ പറ്റി പഠിച്ചു. ആയിരക്കണക്കിന് വിമർശനങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ വിമർശനമൊക്കെ ഇങ്ങനെ പോകുന്നല്ലാതെ ഒന്നും തെളിയിക്കപ്പെടുക ഒന്നും ഇതാക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി പഠിച്ച് അപ്പോഴാണ് എനിക്ക് ഉസ്താദിൻ്റെ കൂടെ കൂടാനും ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരു ഭാഗവത്താവാനും പറ്റുന്നത്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ തെറ്റുകൾ സംഭവിക്കും, മനുഷ്യരാണ്. പക്ഷേ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഉപകാരം നമ്മൾ തടസ്സാക്കരുത്. ആ പെൺകുട്ടി, ആ സഹോദരി എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചു വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നിപ്പോൾ അവിടുത്തെ അവൻ കുറ്റക്കാരാണ്, മോശക്കാരനാണ്, അല്ലെങ്കിൽ ഇവള് ചെയ്തത് അക്രമമാണ്, ഇതൊക്കെ പറയാൻ വിലയിരുത്താൻ പറ്റിയ സമയമല്ല. ഇപ്പോൾ നമ്മൾ അവരെ കാൽ പിടിച്ച് അവരോട് ഖേദം പ്രകടിപ്പിച്ചിട്ട് മാപ്പിന് ആണ് അപേക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് വലിപ്പം കാണിക്കാനോ വലിയ വർത്തമാനം പറയാനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഇവിടെയുള്ള ആളുകൾ ഇടപെടുന്ന പണ്ഡിതന്മാരെ മോശമാക്കാനോ അല്ല ഈ സമയം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ആ സഹോദരി രക്ഷപ്പെടണം എന്നുള്ള ആത്മാർത്ഥമുള്ള ആളുകളാണെങ്കിൽ, അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു വരട്ടെ. വന്നിട്ട് നിങ്ങൾ വിചാരണ ചെയ്യുക, എന്താ വെച്ചായിക്കോളൂ. അതുവരെ പടച്ചോനെ വിചാരിച്ചിട്ട്, അതല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനോട് പറയാണ്, ആ സമയം വരെയെങ്കിലും ക്ഷമിക്കൂ. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊണ്ടുവരും. നമുക്ക് ആര് ചെയ്താലും വേണ്ടില്ല, നമുക്ക് ആ പെൺകുട്ടി രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയാണ്, പൊന്നു അനിയന്മാരെ, പൊന്നു ജ്യേഷ്ഠന്മാരെ, നമ്മളെ കൊണ്ട് ആ ഒരു കുട്ടിക്ക് നമ്മളെ നാക്ക് കൊണ്ടോ നമ്മളെ പ്രവർത്തനം കൊണ്ടോ നമ്മളെ എഴുത്ത് കൊണ്ടോ എന്തെങ്കിലും ദോഷം വന്നാൽ കാണുന്നവനുണ്ട്, റബ്ബുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൂടെ പറയുന്നത്. ഇതൊക്കെ കാണുന്ന റബ്ബുണ്ട് എന്നുള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ, മുസ്ലിം നാമധാരി ആയതുകൊണ്ട് കാര്യമില്ല, മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അള്ളാഹിനെ വിശ്വസിക്കുന്ന, അള്ളാഹു തആല പറയുന്നത് കേൾക്കുന്ന, പ്രവാചകൻ പഠിപ്പിക്കുന്നത് കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നത്, അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. ഒരു സഹോദരി രക്ഷപ്പെടട്ടെ, അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.